ആർമിയുടെ കഴിഞ്ഞ ദിവസം ഗംഭീരമായി ആഘോഷിച്ചു പൂനെയിൽ വെച്ച്. അതിൻ്റെ 15-ാം തീയതിയായിരുന്നു. അതെ, അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ റോബോട്ടിക് മ്യൂൾസ് അല്ലേ, അതൊരു പുതിയൊരു സംഭവം. മ്യൂൾ എന്ന് പറഞ്ഞാൽ കോവർ കഴുതകളാണ് മ്യൂൾ എന്ന് വിളിക്കുന്നത്. പക്ഷേ ഈ മ്യൂളിൻ്റെ പേര് അതിൻ്റെ ഒരു എക്സ്പാൻഡ് ചെയ്യുമ്പോൾ മൾട്ടി യൂട്ടിലിറ്റി ലെഗ്ഡ് എക്യുപ്മെൻറ്റ്സ്, വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ലെഗ്ഡ് കാലുള്ള എക്യുപ്മെൻറ്റ്സ്. കണ്ടാൽ കഴുതയുടെ ഷേപ്പൊന്നുമില്ല, പക്ഷേ 4 കാലിൽ കഴുത നടക്കുന്ന പോലെ, കോവർ കഴുത നടക്കുന്നത് പോലെ, ഈ കുതിരയും കഴുതയും തമ്മിൽ ഇണചേർന്നുണ്ടാവുന്ന മറ്റാണ് കോവർ കഴുതയെന്ന് തോന്നുന്നു. പക്ഷേ കുതിരയുടെ ബുദ്ധിയുണ്ട്. കഴുത എത്ര വേണമെങ്കിലും ഭാരം താങ്ങും, കരുത്തുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്നാണ് കോവർ കഴുതകൾ. നമ്മുടെ സൈന്യത്തിൽ ഏതാണ്ട് 10,000-8,000-ഓളം കോവർ കഴുതകൾ സൈന്യത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഭാരം ചുമന്ന് എത്രയോ വലിയ ഹൈ ആൾട്ടിറ്റ്യൂഡിലൊക്കെ കയറിക്കൊണ്ട് പോകാൻ, വലിയ ഉന്നത പ്രദേശങ്ങളിലൊക്കെ ഇത് വലിയ ഭാരം വഹിച്ചുകൊണ്ട് കോവർ കഴുതകൾ കയറിക്കൊള്ളും. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ഈ ഹോളിവുഡ് സിനിമകളിലൊക്കെ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് കാണുന്നത്, യുദ്ധമൊക്കെ വരുമ്പോൾ മനുഷ്യരല്ല യന്ത്രമനുഷ്യർ യുദ്ധം ചെയ്യുന്ന രീതി വരുന്നുണ്ട്. റോബോട്ടുകളാണ് യുദ്ധം ചെയ്യുന്നത്. മുൻനിരയിൽ വാർ ഫ്രണ്ടിൽ റോബോട്ടുകൾ വരുന്ന ഒരു കാലം സിനിമകളിൽ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് കാണുന്നത്. പക്ഷേ അത് റിയാലിറ്റി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചൈന വലിയ തോതിൽ റോബോട്ടുകളെ യുദ്ധമേഖലയിൽ സൈനികരാക്കിയിരിക്കുന്നു. അമേരിക്കയ്ക്കുണ്ട്. ഇന്ത്യയും ആ പാതയിലേക്ക് പോകുന്നു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. നമ്മൾ എമർജൻസി പ്രൊക്യൂർമെൻറ്റ്, അടിയന്തരമായ പ്രൊക്യൂർമെൻറ്റ്, സംഭരിക്കൽ, EP എന്ന് പറയും. EP പ്രകാരം നമ്മൾ കഴിഞ്ഞ സെപ്റ്റംബർ 23 അടിയന്തരമായി നമ്മൾ 100 മ്യൂൾസിനെ വാങ്ങിച്ചു. 100 എന്ന് വെച്ചാൽ 100 യന്ത്ര കോവർ കഴുത എന്ന് പറയാം. അവർ 4 കാലിൽ നടന്നു പോകും. ഇത് ലോകത്തിലെ അമേരിക്ക ഉൾപ്പെടെയുള്ള സൈന്യം ഉപയോഗിക്കുന്നുണ്ട്. അവർക്ക് 15 കിലോ വരെ പേലോഡ് വഹിക്കാം, എന്ന് വെച്ചാൽ ഭാരം ചുമക്കാം. അത് ഭാരമാകാം, ആയുധമാകാം, ഒക്കെ ഏത് കയറ്റവും കയറും, ഏത് കുത്തനെയുള്ള ഇറക്കം ഇറങ്ങിപ്പോവും. രാത്രിയും പകലും പ്രവർത്തിക്കും. 180 ഡിഗ്രിയിൽ മറ്റേ സർവൈലൻസിനുള്ള സംവിധാനമുണ്ട്. എതിരാളി വന്ന വെടിവെക്കും. ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ളതാണിത്. ഏതാണ്ട് 300 കോടി മുടക്കിയിട്ടാണ് ഇപ്പോൾ നമ്മൾ 100 എണ്ണം വാങ്ങിയിരിക്കുന്നത് എന്ന് പറയുന്നു. ഏത് കാലാവസ്ഥയിലും ഇതിന് പ്രവർത്തിക്കാം. വെള്ളത്തിനടിയിൽ പോവാം, നദിയൊക്കെ നീന്തിക്കിടക്കും. അങ്ങനെയുള്ള മ്യൂൾസ് 100 എണ്ണം നമ്മൾ വാങ്ങിയിട്ടുണ്ട്. റിപ്പബ്ലിക് ഡേ പരേഡിൽ ഒരുപക്ഷെ അവയുണ്ടായിരിക്കും. ഇന്നലെ 15-ാം തീയതി പൂനെയിൽ നടന്ന ആർമി ഡേ പരേഡിൽ ഏറ്റവും ശ്രദ്ധ പിടിച്ചു പറ്റിയത്, മാർച്ച് ചെയ്തു പോകുന്ന, സല്യൂട്ട് ചെയ്യേണ്ട ആൾ വരുമ്പോഴത്തേക്ക് പട്ടാളക്കാർ നിന്ന് ഈ ഫ്ലാഗ് പോസ്റ്റിൻ്റെ അവിടെ നിൽക്കുന്ന ഓഫീസറെ സല്യൂട്ട് ചെയ്യുമല്ലോ, അതുപോലെ ഇവർ വന്നിട്ട് നിലത്ത് കുനിഞ്ഞിരുന്ന് സല്യൂട്ട് ചെയ്യുന്നതൊക്കെ വീഡിയോസൊക്കെ വന്നിട്ടുണ്ട്. ആർമിയുടെ തന്നെ സൈറ്റിലുണ്ട്. അപ്പോൾ ഇത് വലിയ എന്താണ് ഇത്, ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ -40 ഡിഗ്രി, -0 അല്ല, 0 കഴിഞ്ഞ് -40 ഡിഗ്രി മുതൽ 55 ഡിഗ്രി ചൂടിൽ വരെ തണുപ്പ്, -40 തണുപ്പ് മുതൽ 55 ഡിഗ്രി ചൂടിൽ വരെ ഒരു കുഴപ്പമില്ലാതെ പ്രവർത്തിക്കും. -40 മനുഷ്യനും മറ്റ് ജീവികൾക്കും പ്രവർത്തിക്കാൻ പറ്റില്ല. ഇപ്പോൾ സിയാച്ചിൻ പോലെയുള്ള മേഖലകളിൽ വലിയ ജാക്കറ്റും ഒക്കെ ഇട്ടിട്ടാണ് നമ്മുടെ സൈനികർ അവിടെ ജോലി ചെയ്യുന്നത്. എങ്കിൽ പോലും ഒരു 3 മാസം കഴിയുമ്പോൾ ആളെ മാറ്റും, ഇല്ലെങ്കിൽ മഞ്ഞിൽ പിടിച്ചിരിക്കാൻ പറ്റില്ല. അവിടെ നിൽക്കുന്ന പണ്ടൊക്കെ എൻ്റെ അച്ഛൻ പട്ടാളക്കാരനായിരുന്നു. അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുണ്ട്, പഴയ കാലത്തൊക്കെ സിയാച്ചിനിലൊക്കെ ജോലി ചെയ്യുമ്പോൾ കുറേ കഴിയുമ്പോൾ ഈ രക്തം കട്ടയാവും, കാലിൻ്റെ തള്ളവരലൊക്കെ മുറിച്ച് കളയണമായിരുന്നു. അങ്ങനെ സംഭവിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. ഭാഗ്യവശാൽ എൻ്റെ അച്ഛനത് സംഭവിച്ചിട്ടില്ല. പക്ഷേ അങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നു. സിയാച്ചിൻ അദ്ദേഹം അവിടെയൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ തെർമൽ ക്യാമറയുണ്ട്. തെർമൽ ക്യാമറ 360 ഡിഗ്രി സെൻസേഴ്സ് ഉണ്ട്. 15 കിലോ വരെ ഭാരം ചുമക്കും. നേരത്തെ പറഞ്ഞ പോലെ 10 കിലോമീറ്റർ റേഡിയസിൽ വൈഫൈ ഉപയോഗിച്ച് LTE, ഇപ്പോൾ നമ്മുടെ മൊബൈലിലൊക്കെ LTE കാണത്തില്ലേ, 5Gയുടെ LTE, അതിൻ്റെ സാങ്കേതികത്വം എനിക്കറിയില്ല. അതൊരു കമ്മ്യൂണിക്കേഷൻ വൈഫൈ പോലുള്ള അത് ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ പറ്റും. 10 കിലോമീറ്റർ അപ്പുറത്തിരുന്ന് ഇതിനെ ഓപ്പറേറ്റ് ചെയ്ത് നിയന്ത്രിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും ഇത് ഡൽഹിയിലെ എയ്റോ ആർക്ക് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇതിപ്പോൾ സപ്ലൈ ചെയ്തിരിക്കുന്നത് 100 എണ്ണം. ബാക്കി നമ്മൾ 1000 എണ്ണം മേടിക്കുന്നു എന്നാണ് പറയുന്നത്. ഒരു തവണ ചാർജ് ചെയ്താൽ 20 മണിക്കൂർ അതിൻ്റെ സ്റ്റാൻഡ് ബൈ ടൈമും ഉണ്ട്. ഇതാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇപ്പോൾ നമ്മളിപ്പം ഈ അതിർത്തി മേഖലകളിലും വലിയ ഉയരത്തിലുമൊക്കെ പ്രവർത്തിക്കുന്ന പട്ടാളക്കാർക്ക് വേണ്ടിയിട്ട്, നമ്മൾ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പ്രവർത്തിക്കുന്ന പട്ടാളക്കാർക്ക് വേണ്ടി നമ്മളിപ്പം പ്രത്യേക തരത്തിലുള്ള വസ്ത്രം ഇപ്പോൾ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ സുരക്ഷിതമായിട്ടുള്ള വസ്ത്രം കൊടുക്കാനുള്ള സംവിധാനം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബാറ്റിൽ ഫീൽഡാണ് സിയാച്ചിൻ.
അവിടെ നമ്മുടെ പട്ടാളക്കാർ കൊട്ടും പഞ്ഞ് ജീവിക്കുന്നുണ്ട്. 2-3 മാസം മറ്റു കഴിയുമ്പോൾ അവരെ മാറ്റും. 3 മാസത്തിൽ കൂടുതൽ അവിടെ നിൽക്കാൻ പറ്റില്ല. അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇപ്പോഴും നമ്മൾ ഗാർഡ് ചെയ്യുകയാണ്. അവർക്ക് ഏറ്റവും നല്ല വസ്ത്രമൊക്കെ കൊടുക്കുന്നു. പക്ഷേ നമ്മുടെ സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്ന ഇതിനേക്കാളും മികച്ച തെർമൽ ക്ലോത്തിങ് അവർക്ക് കൊടുക്കണം. അതിനുള്ള ഓർഡറുകളും ഈ എയ്റോ ആർക്ക് എന്നുള്ള കമ്പനിയുമായിട്ട് നമ്മളിപ്പോൾ നടത്തിയിട്ടുണ്ട്. ലേയിൽ നടന്ന ഹിംടെക് സിമ്പോസിയം എന്നൊരു പരിപാടി ലേയിൽ നടന്നിരുന്നു. അന്നാണ് ആദ്യം ഇതിൻ്റെ ചിത്രം വന്നത്. അവിടെ ചില പ്രത്യേക തരത്തിലുള്ള വസ്ത്രവും ടെൻറ്റുകളും പ്രദർശിപ്പിച്ചു. ലോകത്തിലെ ഏറ്റവും ഉയർന്ന വാർഫീൽഡായ സിയാച്ചിനുൾപ്പെടെ നമ്മുടെ ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പീക്ക് പോട്ട്സ് എന്ന് പറയുന്ന പ്രത്യേകതരം ടെൻറ്റുകൾ അവിടെ താമസിക്കണമല്ലോ, ബിൽഡിംഗ് ഒന്നുമില്ല. അപ്പോൾ പീക്ക് പോട്ട്സ് എന്ന് പറഞ്ഞ പ്രത്യേകതരം ടെൻറ്റുകൾ, സബ്സീറോയിൽ പ്രവർത്തിക്കാവുന്ന വസ്ത്രം, ഇതൊക്കെ നമ്മളിപ്പോൾ ലഭ്യമാക്കിയിട്ടുണ്ട്. അതിൻ്റെ ടെസ്റ്റിംഗ് നടത്തിയിരിക്കുക. നമ്മൾ നോക്കണം, നമ്മുടെ പട്ടാളക്കാർ കാവൽ നിൽക്കുന്നത് ലേയിൽ 11,500 അടി മുകളിൽ മീറ്റർ ഉയരത്തിൽ നമ്മുടെ ആളുകളുണ്ട്. ദൗലത് ബാഗ് ഒൾഡിയിൽ 16,700 മീറ്റർ ഉയരത്തിലാണ്. ദർബക്കിൽ 12,500 ഫീറ്റ്സാണ്, മീറ്റർ അല്ല ഫീറ്റ്സ്, അടിയാണ്. അത് ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി. ഇത്രയും അടി ഉയരത്തിലൊക്കെ നമ്മുടെ സൈനികർ ജോലി ചെയ്യുന്നുണ്ട്. അവർക്ക് ഏറ്റവും നല്ല, ഏറ്റവും മികച്ച ടെൻറ്റുകൾ ഇപ്പോൾ കൊടുക്കുന്നതിനേക്കാളും മികച്ച കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി അതിൻ്റെ ശാസ്ത്രീയ പരിശോധന ഇപ്പം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് പറയുമ്പോൾ ഓർക്കണം, കഴിഞ്ഞ 10 വർഷത്തിനിടയിലാണ് സാധാരണ പട്ടാളക്കാർക്ക് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് കിട്ടിത്തുടങ്ങിയത്. അതെ, 75 വർഷം കഴിഞ്ഞു സ്വാതന്ത്ര്യം കിട്ടിയിട്ട്. 65 വർഷവും നമ്മുടെ പട്ടാളക്കാർക്ക് വെടികൊണ്ടാൽ തുളച്ചു കയറുന്ന കുപ്പായങ്ങൾ, യൂണിഫോം ഉണ്ടായിരുന്നു. ഇപ്പോൾ മോദി വന്നതിന് ശേഷം ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ വ്യാപകമായി 6 ലക്ഷത്തോളം പേർക്ക് കൊടുത്തു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. 11 ലക്ഷമാണ് നമ്മുടെ സേനയുടെ കരുത്ത്. ബാക്കിയുള്ളതും അതിവേഗത്തിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും. എല്ലാവർക്കും ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ കൊടുക്കുന്നതിനെക്കുറിച്ചാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. അതിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് ഈ പുതിയ സംവിധാനങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ കോവർ കഴുതയുടെ കാര്യത്തിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഈ മ്യൂൾ എന്ന് പറയുന്ന ഈ സംവിധാനം വരുമ്പോൾ ഇത് ഈ കോവർ കഴുതകളെ മുഴുവൻ റീപ്ലേസ് ചെയ്യുന്നതിനോട് ആർമിക്ക് വലിയ താല്പര്യമില്ല. അതിൽ പറയുന്നൊരു കാര്യം, ഈ കോവർ കഴുതകളെ പരിശീലിപ്പിക്കുമ്പോൾ അവർക്ക് വെടിവെപ്പ് വന്നാൽ എങ്ങനെ പ്രതികരിക്കണം എന്നതിന് ട്രെയിനിങ് കൊടുക്കണം. അതിന് കുറേ സമയം വേണം. പക്ഷേ ഇതിന് ഈ റോബോട്ടിന് പ്രശ്നമൊന്നുമില്ല. അവൻ വെടിവെപ്പ് വന്നാൽ തിരിച്ച് വെടിവെക്കും. നമ്മൾ വെടിവെക്കാൻ നിൽക്കട്ടെ, കോവർ കഴുതയ്ക്ക് തിരിച്ച് വെടിവെക്കാൻ പറ്റുമല്ലോ. അതിൻ്റെ കൂടെ നിൽക്കുന്ന ജവാൻ വേണം ഫയർ ചെയ്യാൻ. പിന്നെ കോവർ കഴുത സ്വന്തം നിലയ്ക്ക് ഒളിക്കാനും ഒക്കെ ശ്രമിക്കുക, അതിനുള്ള ട്രെയിനിങ് കൊടുക്കാനൊക്കെ ഒരുപാട് സമയം വേണം. പക്ഷേ ഈ മ്യൂൾസ്, റോബോട്ടിക് മ്യൂൾസ് ആണെങ്കിൽ അവർ ഒളിച്ചിരുന്നോളും. ഒളിച്ചിരിക്കുന്ന കൂടാതെ അവർ തന്നെ ശത്രുവിനെ വെടിവെക്കും. പ്രോഗ്രാം ചെയ്ത് വെച്ചാൽ മതി. പ്രോഗ്രാം ചെയ്ത് അവർ സ്വയം കണ്ട് ശത്രുവിനെ കണ്ട് നമ്മുടെ ഭടന്മാരെയും ശത്രുവിനെയും തിരിച്ചറിഞ്ഞ് ഇവൻ ഷൂട്ട് ചെയ്യും. അത്തരം സംവിധാനങ്ങളൊക്കെയുള്ള ആധുനിക റോബോട്ടാണ്. നമ്മളും ഇന്ത്യയും ആധുനിക റോബോട്ടിക് വാറിലേക്ക് ഇന്ത്യയും പതുക്കെ ചുവട് വയ്ക്കുകയാണ്. നമ്മുടെ സേനയുടെ ആധുനികവൽക്കരണമാണ്. ഇത് കഴിഞ്ഞപ്പോൾ, ഇത് പറഞ്ഞപ്പോഴത്തേക്കാണ് ഞാനൊരു സൈന്യത്തിൻ്റെ ഒരു പ്രതികരണം കണ്ടു. സൈന്യത്തിന് മുഴുവൻ കോവർ കഴുതകളെയും മാറ്റുന്നതിനോട് സൈന്യത്തിന് വലിയ വിഷമമാണ്. കാരണം അവർ ഞങ്ങളുടെ കൂടെയാണ്, ഞങ്ങൾ ഒന്നിച്ച് അവരുടെ കൂടെയാണ് യാത്ര ചെയ്യുന്നത്. അവരുടെ കൂടെ ഭക്ഷണം കഴിക്കും, ക്ഷീണിക്കുമ്പോൾ അവരുടെ കൂടെ കിടന്നുറങ്ങും. അങ്ങനെ കോവർ കഴുതകൾ എന്ന് പറയുന്നത് ഈ ഉയർന്ന പ്രതലങ്ങളിൽ ജോലി ചെയ്യുന്ന, ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ജോലി ചെയ്യുന്ന പട്ടാളക്കാരുടെ സന്തത സഹചാരിയാണ്. മരുന്ന്, വെടിക്കോപ്പ്, ഭക്ഷണം, ഈ സാധനം എല്ലാം കോവർ കഴുതയുടെ മുകളിൽ കയറ്റിയാണ് പോകുന്നത്. ഓരോ പട്ടാളക്കാരനുമായിട്ട് ഇണങ്ങിയാണ് ഈ കോവർ കഴുതകൾ ജീവിച്ചു വരുന്നത്. അതുകൊണ്ട് അവരെ ഞങ്ങളിൽ ഒരാളായിട്ടാണ് കരുതുന്നത്. അവരെ മൊത്തം ഇപ്പോൾ 10,000-ഓളം ആളുകളില്ല കോവർ കഴുതകളെ എന്ത് ചെയ്യും? അപ്പോൾ അത് പിരിച്ചുവിടാനൊന്നും പറ്റില്ല. അതിന് ഉദാഹരണം പെടുന്നുണ്ട്. കോവർ കഴുതകളെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഉദാഹരണമായി അവർ പറയുന്ന പിഡോങ്കി എന്ന് പറയുന്നൊരു കോവർ കഴുത നമുക്കുണ്ടായിരുന്നു. 17,000 അടി ഉയരത്തിലാണ് ഇവൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ലോഡും കെട്ടി ഇവൻ 17,000 അടി കയറിപ്പോവും പട്ടാളക്കാരുടെ കൂടെ. 1971 യുദ്ധത്തിൽ ഇവൻ വലിയ സേവനമാണ് കഴിച്ചു വെച്ചത്. നമുക്ക് ആയുധം എത്തിക്കാനും മരുന്നെത്തിക്കാനും ഭക്ഷണം എത്തിക്കാനും. ആ പട്ടാളം ഇല്ലാതെയും തനിച്ചിവൻ്റെ കയറ്റിവിട്ടാലും ഇവൻ വെടികൊള്ളാതെ മുകളിൽ വന്ന് നമ്മുടെ സൈനികരെടുത്ത് അവർക്ക് വേണ്ടുന്ന സാധനം ഡെലിവറി ചെയ്യും. അത്ര സിൻസിയറായിട്ട് ഒരു നായയുടെ ബുദ്ധി വൈഭവത്തോടെ പെരുമാറിയ ഒരു കോവർ കഴുതയായിരുന്നു പിഡോങ്കി. 1997 25 വർഷത്തെ സേവനത്തിന് ശേഷമാണ് പട്ടാളത്തിൽ നിന്ന് വിരമിച്ചത്. അപ്പോൾ അങ്ങനെ പിഡോങ്കിയെ പോലെയുള്ള വളരെ ബുദ്ധിശാലികളായ, സ്നേഹം നിറഞ്ഞ കോവർ കഴുതകളുണ്ടായിരുന്നു. അപ്പോൾ ഈ കോവർ കഴുതയുടെ നമ്മുടെ പട്ടാളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കോവർ കഴുതയ്ക്ക് വിരമിച്ചപ്പോൾ
വിരമിച്ചപ്പോഴല്ല, 71 യുദ്ധത്തിലെ ഇവൻ്റെ സംഭാവന കണക്കിലെടുത്ത് ഇവന് സെറിമോണിയൽ വെൽവെറ്റ് റഗ് എന്ന് നൽകി ആദരിച്ചു. പട്ടാളക്കാർക്ക് ബാഡ്ജ് കൊടുക്കുന്നില്ലേ, അതുപോലെ ആദരപൂർവ്വം ഒരു വെൽവെറ്റ് റഗ് കൊടുത്തിട്ട് സൈന്യം ഗാർഡ് ഓഫ് കൊടുത്ത് ആദരിച്ച കഴുതയായിരുന്നു, കോവർ കഴുതയായിരുന്നു പിഡോങ്കി. കഴുത എന്നല്ല പറയുന്നത്, കോവർ കഴുത. അപ്പോൾ അങ്ങനെ കോവർ കഴുതകൾ വളരെ ഇഷ്ടമാണ്. കോവർ കഴുതകളുടെ സ്നേഹവും അവരുടെ സപ്പോർട്ടും ഒരിക്കലും ഇന്ത്യൻ സൈന്യത്തിന് മറക്കാൻ പറ്റില്ല എന്ന് പട്ടാളക്കാർ പറയുമ്പോൾ തന്നെ ആധുനിക റോബോട്ട് മ്യൂൾസ് കോവർ കഴുതകൾ പട്ടാളത്തിൽ ചേരുന്നതിൻ്റെ ഒരു പോസിറ്റീവായ വശവും നമ്മൾ കാണുന്നുണ്ട്. ഇന്ത്യൻ ആർമി പഴയ ആർമിയല്ല. ലോകത്തിലെ ഏത് കോമ്പാക്റ്റ് സേനയോടും കിടപിടിക്കുന്ന തരത്തിൽ നമ്മളും ആധുനികവൽക്കരിക്കപ്പെടുകയാണ്. നമ്മുടെ പട്ടാളത്തിലും പൊരുതാൻ ഇനി യന്ത്ര മനുഷ്യരും യന്ത്ര കോവർ കഴുതകളും വരെ ഉണ്ടാകുമെന്ന് മോദി സർക്കാർ ഉറപ്പാക്കുന്നുണ്ട്. വലിയ മാറ്റമാണ്. പൂനെയിലെ റിപ്പബ്ലിക് ഡേ പരേഡിൽ ഇന്നലെ കോവർ കഴുതകളുടെ ഒരു മാർച്ച് ഉണ്ടായിരുന്നു. ഡെമോ കോവർ കഴുതകളുടെ അല്ല, മ്യൂൾസിൻ്റെ അല്ല, റോബോട്ടിക് കോവർ കഴുതകളുടെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ജനുവരി 26 ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ഡേ പരേഡിൽ നിശ്ചയമായും ഇവരുടെ ഒരു ബ്രിഗേഡ് പരേഡിൽ പങ്കെടുക്കുമായിരിക്കും. ഏതായാലും അത് നമുക്ക് അന്ന് 26-ാം തീയതി കാണാം. ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഈ 15-ാം തീയതി നടന്ന പരേഡിൻ്റെ ദൃശ്യങ്ങളുണ്ട്. നമ്മുടെ ഈ വീഡിയോടൊപ്പം നമുക്കത് കാണിക്കുകയും ചെയ്യാം. ഏതായാലും ഇന്ത്യൻ സേന ലോകത്തിലെ ഏറ്റവും മികച്ച സേനയായി മാറുകയാണ്. നമ്മളും റോബോട്ടുകളുടെ സേവനം ഉപയോഗിക്കുന്നു എന്ന് ഇതാദ്യമായി പരസ്യമായി വെളിപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ സേനയുടെ ആവനാഴിയിൽ എന്തൊക്കെ ഉണ്ട് എന്നത് സൈന്യത്തിന് മാത്രം അറിയാവുന്ന രഹസ്യങ്ങളാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.